പാലക്കാട് ടൗൺ ബസ് സ്റ്റാൻഡിലെ കുഴികൾ യാത്രക്കാരെയും ബസ് ജീവനക്കാരെയും വീണ്ടും ദുരിതത്തിലാക്കി. നിരവധി തവണ പരാതികൾ ഉയർന്നതിനെ തുടർന്ന് അധികൃതർ കുഴികളിൽ കോറി മാലിന്യം നിക്ഷേപിച്ചെങ്കിലും അതാണിപ്പോൾ പുതിയ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെ പട്ടാമ്പിയിലേക്ക് സർവീസ് നടത്താനിരുന്ന സ്വകാര്യ ബസിന്റെ ടയറിനിടയിൽ കോറി മാലിന്യത്തിലെ വലിയ കല്ല് കുടുങ്ങിയതോടെ യാത്ര ആരംഭിക്കാൻ കഴിയാതെ സർവീസ് മുടങ്ങുകയും യാത്രക്കാർ ഏറെ നേരം കാത്തുനിൽക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. സംഭവത്തെ തുടർന്ന് മെക്കാനിക്കിനെ സ്ഥലത്തെത്തിച്ച ശേഷമാണ് ടയറിൽ കുടുങ്ങിയ കല്ല് നീക്കം ചെയ്ത് ബസ് വീണ്ടും സർവീസിന് സജ്ജമാക്കാനായത്. ടൗൺ ബസ് സ്റ്റാൻഡിലെ ശോചനീയാവസ്ഥ ഏറെക്കാലമായി തുടരുകയാണെന്ന് ബസ് ജീവനക്കാർ ആരോപിക്കുന്നു. ട്രിപ്പ് പോകുന്ന സമയത്ത് ഇവിടെ പട്ടാമ്പിക്ക് പോകണ വണ്ടിയാണത്. ഇപ്പോൾ പോകുന്ന സമയത്ത് ഇവിടെ കുഴിയിൽ അടയ്ക്കാൻ വേണ്ടിയിട്ട് വേസ്റ്റ് കൊണ്ടിട്ടാണ്. അത് വലിയ വലിയ കല്ലുകൊണ്ടിട്ടിട്ട് ഇപ്പോൾ അതിൽ കല്ല് കുടുങ്ങിയിട്ട് മറ്റേ ട്രിപ്പായി കട്ടായി നിൽക്കുകയാണ്. പട്ടാമ്പിക്ക് പോകണ വണ്ടിയാണ്. പട്ടാമ്പിക്ക് പോകാൻ പറ്റാണ്ട് ഇപ്പോൾ ട്രിപ്പ് കട്ടായി ഇനിയിപ്പോൾ ടയർ അയച്ചു മാറ്റി എന്തൊക്കെയാ പോകാൻ പറ്റുള്ളൂ. അത് ജാക്കി വെച്ചിട്ട് ഇപ്പോൾ കയറണമില്ല. ഇനിയിപ്പോൾ അത് തീർച്ചയായിട്ടും അല്ലെങ്കിൽ നഷ്ടത്തിലാണ്. പ്രദർശന കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നഷ്ടത്തിലാണ്. കോറി വേസ്റ്റ് കൊണ്ടിട്ടാണ്. അതൊരു ചെറുതായിട്ട് കിട്ടുകയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. അടയുന്ന പോലെ വലിയ 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 കൊണ്ടിട്ടാണ്. ഇപ്പോൾ മൊത്തത്തിൽ അവർ ട്രിപ്പ് കട്ടായി. മഴക്കാലത്ത് കുഴികളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതായും യാത്രക്കാരുടെ സുരക്ഷ ആശങ്കയിലാണെന്നും അവർ പറയുന്നു. കുഴികൾ അടയ്ക്കുന്നതിന്റെ പേരിൽ കോറി മാലിന്യം നിക്ഷേപിച്ചതും വിനയായതോടെ ബസ് ജീവനക്കാർ രോഷാകുലരാണ്. ദിവസേന ഓരോ ബസിൽ നിന്നുമായി 40 രൂപ വീതം സ്റ്റാൻഡ് ഫീസ് ഈടാക്കുന്നുണ്ടെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന ആക്ഷേപവും ശക്തമാണ്. സ്റ്റാൻഡിന്റെ പരിപാലനത്തിനായി ഫീസ് ഈടാക്കുമ്പോൾ സുരക്ഷിതമായ റോഡും അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പാക്കേണ്ടത് അധികൃതരുടെ ഉത്തരവാദിത്തമാണെന്നാണ് ബസ് തൊഴിലാളികളുടെ നിലപാട്. ട്രിപ്പ് മുടങ്ങിയില്ലേ? നമ്മൾ ഡെയിലി സ്റ്റാൻഡ് വ്യൂവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഒരു റോഡൊന്ന് പണിയെടുത്തരണ്ടേ. സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ സ്റ്റാൻഡ് ഫീസ് നൽകുന്നത് നിർത്തിവെക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പും ബസ് ജീവനക്കാർ നൽകി. യാത്രക്കാരുടെ സുരക്ഷയും വാഹനങ്ങളുടെ സംരക്ഷണവും മുൻനിർത്തി ടൗൺ ബസ് സ്റ്റാൻഡ് അടിയന്തരമായി നവീകരിക്കണമെന്നാണ് അവരുടെ ആവശ്യം. UTV ന്യൂസ്, പാലക്കാട്.